വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവിടയാക്കിയ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും, പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പിന്നെയും കർത്താവ് അയക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവകൃപയോടും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമല്ലോ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാദയെ ഓർത്ത് ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുവാൻ വകയുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുത്തേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 139 സങ്കീർത്തനം, 139 സങ്കീർത്തനം, അതിൻ്റെ 7 വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് 139 സങ്കീർത്തനം. ദാവീദ് ദൈവസന്നിധിയിൽ ദൈവവുമായി സംസാരിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു അഭിഷക്തൻ താൻ വളരെ വേദനയോടെ ഇരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിനകത്ത് വന്ന് ഭവിക്കുന്ന ഒത്തിരി പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചു. അവിടെയെല്ലാം സ്തോത്രം, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഒരു ഭക്തൻ്റെ ജീവിതത്തിനകത്ത് വേദനകളില്ല എന്നല്ല, വേദനയുണ്ട്. പ്രയാസങ്ങൾ ഇല്ല എന്നല്ല, പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ അകത്തളങ്ങളിൽ ഒത്തിരി വേദനാജനകമായ അവസ്ഥകൾ പലപ്പോഴും ഭക്തന്മാരുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പലപ്പോഴും നോക്കി നിൽക്കുന്നവർ പറയും ഇത് അവന് ആവശ്യമാണ് എന്നൊക്കെ പറയും. പക്ഷേ അതിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മറവിൽ ആത്മാവിനെ സ്തോത്രം നയിക്കുന്ന തലത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ കടന്നു പോകുമ്പോൾ ഇവിടെ സങ്കീർത്തന പ്രമാണി പിന്നെയും 23 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യത്തിൽ പറയുന്നു: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കണ്ടോ? ഇപ്പോൾ ദാവീദ് ആയിരിക്കുന്നത് ഒരു കൂരിരുളിൻ്റെ അകത്തളങ്ങളിലാണ്. അതാണ് ഇവിടെ ദാവീദ് പറഞ്ഞത്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? കണ്ടോ? അടുത്ത് താൻ പറയുന്നത്, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? കണ്ടോ? അപ്പൊ ദാവീദിന് നല്ല ഉറപ്പുണ്ട്, ഞാൻ എവിടെ പോയി ഒളിച്ചാലും പരിശുദ്ധാത്മാവിനെ പിടിക്കും. കാരണം ആ ഒരു 2 കണ്ണിനെ ഒളിച്ച് ഒരിടത്തും ഒരു സ്ഥലത്തും പോയി നിൽക്കാൻ കഴിയില്ല എന്ന് നല്ല ബോധ്യം ദാവീദിന് ലഭിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഓരോ വ്യക്തികൾക്കും ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥിക്കണം. ദൈവാത്മാവിനെ ഒളിച്ച് ഒരിടത്തും പോകാൻ കഴിയില്ല. എവിടെ പോയാലും ആ 2 കണ്ണ് നമ്മെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. സ്തോത്രം. അത് ഒരു അഭിഷക്തനെ കുറിച്ച് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന കരുതലാണ്. അതാണ് 3 സങ്കീർത്തനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 3 വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്: നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. കണ്ടോ? അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ, ഒരു അഭിഷക്തന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് ഒരു അഭിഷക്തന്റെ പ്രൊട്ടക്ഷൻ. ഒരു മനുഷ്യനും അവനെ തകർക്കാൻ കഴിയില്ല. നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലംപരിചയാകില്ല എന്ന് വചനമുണ്ട്.
ഒരഭിഷക്തന്റെ വേദന കാണുമ്പോൾ കൈകൊട്ടി ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ വചനം പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലം പരിചയാകയില്ല, അവൻ പിന്നെയും എണീക്കും. സ്തോത്രം. കാരണം അവനെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ ഭരിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും പോയി ഒളിക്കാൻ കഴിയില്ല. സ്തോത്രം. അവിടെ സങ്കീർത്തനം 5-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആമേൻ. എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. സ്തോത്രം. കണ്ടോ? അപ്പൊ ദൈവഭക്തനായിരിക്കുന്ന ദാവീദിനെ ദൈവം പരിപാലിക്കുന്ന വിധങ്ങളാണ്. ആമേൻ. കേവലം ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നു, കോട്ടേജ് മീറ്റിങ്ങിന് പോകുന്നു, കൺവെൻഷനിൽ ഗ്രൗണ്ടിൽ പോയിരിക്കുന്നു, കേൾക്കുന്നു, എല്ലാവരും കൈയടിക്കുന്നു, ഞാനും കൈയടിക്കുന്നു, എല്ലാവരും അന്യഭാഷ പറയുന്നു, ഞാനും അന്യഭാഷ പറയുന്നു, വീട്ടിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് ആത്മീയത തികയുന്നില്ല, പൂർത്തീകരിക്കുന്നില്ല. ആമേൻ. അവനവൻ ദൈവത്തെ ശക്തമായി ആത്മാവിൽ ആരാധിക്കപ്പെടുമ്പോൾ അവിടെയാണ് ദൈവസഭ സ്ഥാപിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. മോശയുടെ കയ്യിൽ കൂടെ ആമേൻ 30 ലക്ഷം ജനം മറുകര കടന്നെങ്കിൽ ഇന്ന് പകലിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. എനിക്കും നിനക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ഉലകത്തിൽ ആരും ഉണ്ടെന്ന് വിചാരിക്കണ്ട. ഒരു വ്യക്തി പോലും പ്രാർത്ഥിക്കാൻ ഉണ്ടെന്ന് വിചാരിക്കരുത്. ആമേൻ. സങ്കീർത്തനങ്ങൾ 71 അതിൻ്റെ 20-ാമത്തെ വേദാംശത്തിലേക്ക് വരുമ്പോൾ അവിടെ തൻ്റെ ഭക്തൻ പറയുന്ന വാക്ക് കേട്ടെ, അനവധി കഷ്ടങ്ങളും. കണ്ടോ? ഒന്നല്ല കഷ്ടം, അനവധി കഷ്ടങ്ങളുണ്ട്. ആമേൻ. ആദ്യം കഷ്ടം തുടങ്ങുന്നത് വെളിയിൽ നിന്നല്ല, വീട്ടിനകത്തെന്ന. വീട്ടിനകത്തുള്ളവരെല്ലാം അഭിഷത്തിന് വിരോധമായി എണീക്കും. വീട്ടിനകത്തുള്ളവരെല്ലാവരും അഭിഷത്തേക്ക് വിരോധമായി എണീക്കും. ആമേൻ. നോക്കിക്കേ, അനവധി കഷ്ടങ്ങളും. ഒന്നല്ല കഷ്ടം ദാവീദിന്റെ ജീവിതത്തിൽ, അനവധി കഷ്ടം. ഹല്ലേലൂയ. തൻ്റെ ഭാര്യയിൽ നിന്ന്, തൻ്റെ അമ്മായിയപ്പൻ്റെ നിന്ന്, തൻ്റെ മക്കളിൽ നിന്ന്. അല്ലാതെ ദാവീദിന് പുറത്തുനിന്നുള്ള കഷ്ടമല്ല, അകത്തുള്ള കഷ്ടമാണ്. ഒരഭിഷത്തിന് തരണം ചെയ്യേണ്ട ഏറ്റവും വലിയ ആമേൻ ദൗത്യം അകത്തുള്ള കഷ്ടമാണ്. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. കണ്ടോ? ഇപ്പൊ എവിടെയാ കിടക്കുന്ന? ഇപ്പൊ പൈത്തൻ ഭൂമിയുടെ ആഴങ്ങളില, പാതാളത്തിൽ കിടക്കുക. ആമേൻ. എന്നിട്ടും പ്രത്യാശയുണ്ട്, നീ എന്നെ എന്ത് ചെയ്യും? വീണ്ടും ജീവിപ്പിക്കും, പിന്നെ ഞങ്ങളെ തിരികെ കയറ്റും. എവിടെന്നാ? ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഭക്തന്മാര്, അഭിഷേകം പ്രാപിച്ചവര്, ശുശ്രൂഷയിൽ നിൽക്കുന്നവര് ഭാരപ്പെടണ്ട. നമ്മൾ കടന്നു പോകുന്ന പാതകൾ ഒരു വിശ്വാസിക്ക് അറിയത്തില്ല. നമ്മൾ കടന്നു പോകുന്ന പാതകൾ ആമേൻ ഒരു പാസ്റ്റർക്ക് അറിയത്തില്ല, ഒരു അപ്പന് അറിയത്തില്ല, ഒരു അമ്മയ്ക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടു നിൽക്കുക അറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ പുറത്ത് ആമേൻ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആമേൻ. ഇവിടെ ദാവീദ് പറയുക, കർത്താവേ, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. കണ്ടോ? സ്വർഗത്തിൽ പോയാലും അവിടെ ഉണ്ട്, പിന്നെ ഇവിടെ പാതാളത്തിൽ പോയി ഒരു കിടക്ക വിരിച്ചാൽ അവിടെയും നീ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ണടച്ചാൽ എവിടെയും ഉണ്ട്, കണ്ണ് തുറന്നാലും ഉണ്ട്, ഞാൻ ഏത് ഭാഗത്ത് പോയി നിന്നാലും നീ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുള്ളവരൊരു ആമേൻ പറഞ്ഞേ. ദൈവ പൈതലേ, നിന്റെ എല്ലാ മേടുകളിലും നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, മറന്നു പോകരുത്. മനുഷ്യൻ മാറും, അതോടുകൂടെ ചേർന്ന് അവൻ്റെ വാക്കുകളും മാറും. സ്തോത്രം. ഞാൻ മരണപര്യന്തതിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നവരെല്ലാം മാറിപ്പോകും. ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞവരെല്ലാവരും മാറിപ്പോകും.
യേശു അല്ലാതെ ഒരാളും നിന്റെയും എന്റെയും കൂടെ ഉണ്ടാകത്തില്ല. നിന്റെ സഹായം പറ്റുന്നവരെല്ലാം നിന്നെ വിട്ടു പോകും. നിന്നെ അനുഗമിക്കുന്ന എല്ലാവരും നിന്നെ വിട്ടു മാറും. ദൈവം മാത്രം മാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും മാറും. നിന്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, നിന്റെ സൗന്ദര്യം ക്ഷയിക്കുമ്പോൾ, നിന്റെ ശരീരം രോഗത്താൽ നിറയുമ്പോൾ നിന്നെ വിട്ട് എല്ലാവരും മാറിപ്പോകും. നിന്നെ വിട്ട് എല്ലാവരും മാറും. അപ്പോഴും ആ കഷ്ടതയിലും വേദനയിലും ആ നെടുവീർപ്പിലും നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, ആ കർത്താവിന് ഇന്ന് പകൽക്കാലം ഒന്ന് മുറുകെ പിടിച്ച് കരങ്ങൾ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഈ മെയ് മാസം 6-ാമത്തെ ദിവസം അപ്പൻ്റെ പാദപീഠത്തിൽ വരുവാൻ സ്വർഗം ഞങ്ങളെ ഇടയാക്കിയല്ലോ. ഞങ്ങളുടെ യാത്രകൾ, ഗമനങ്ങൾ, വാഹനങ്ങളെല്ലാം ദൈവം സൂക്ഷിച്ചല്ലോ കർത്താവെ. ഇന്ന് പകലിലായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും ദൈവം അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.